ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പാരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പാരാ നടന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു ദേവ വന്ദനാമത്തിനു അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുന്ന മകൾ ശക്തി നീയേ നാദ അവന് മഹത്വമുണ്ടാകട്ടെ. ആകാശം ഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹാനതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ഒരു ദിവസം കൂടി ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവനോടെ ആയിരിക്കുവാൻ അവിടുന്ന് എന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ജയരാജാനെയും ഷെർലിമാടത്തെയും തിരിക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് ഔദ്യോഗിക ജോലി ലഭിച്ച് സർക്കാരിൽ സേവനം ചെയ്യുവാൻ അവിടുന്ന് കൊടുത്ത അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് നിന്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംവിധാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ തിരിക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ജയരാജാനോടും ഷെർലിമാടത്തോടും മക്കളോടും തുടർന്നുള്ള അവരുടെ ജീവിതത്തോടു കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം ധാരാളമായി അവിടെ അനുഗ്രഹിച്ചു എന്നതിൽ തർക്കമേ ഇല്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജയരാജ് സാറ് പ്രവർത്തിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാറായി വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയ സാറ് വളരെ സജീവമാണ്. സഭയെ സംബന്ധിച്ച് ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പെരുന്നാളോടനുബന്ധിച്ചുള്ളതായ പ്രവർത്തനങ്ങളിലാണ് സാറിൻ്റെ കഴിവും കലയും ഒക്കെ പുറത്തു വരിക. അത് നാടകമായും സ്കിറ്റായും മറ്റ് പ്രോഗ്രാമുകളായി ഇതിൽ നൽകപ്പെട്ടതായ എല്ലാ ഉപകാരങ്ങളൊക്കെ അനേകർക്ക് അനുഗ്രഹമായി എന്നതിൽ തർക്കമേ ഇല്ല. വിശ്രമജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ അതിയായ സന്തോഷം ഇടവകയോടുകൂടി ചേർന്ന് കുടുംബമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരമാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് വിശ്രമജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതും വളരെ യാദൃച്ഛികമാണ്. ആളുകൾക്ക് വളരെ അങ്ങനെ പൊതുവായിട്ട് കാണുന്നൊരു കാര്യമേ അല്ല. അതിലും സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളെ രണ്ടുപേരെയും ഓർക്കുന്നു. രണ്ടുപേരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൊണ്ടാക്കുവാനായിട്ട് വന്ന 2 ഓഫീസുകളിലെയും പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ ചുമതല വഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റ് ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരോടും ഇവിടെ കടന്നു വന്നുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക സ്നേഹമുള്ള ബിജോയ് അച്ഛൻ രൂപതയുടെ സെക്രട്ടറി അച്ഛനാണ്. വൈദിക സെക്രട്ടറി എന്ന നിലയിൽ അച്ഛൻ സേവനം ചെയ്യുന്നു. കുഴിനാലി ഇടവകയുടെ വികാരി അച്ഛന് കൂടിയാണല്ലോ. പ്രിയ അച്ഛൻ്റെ സാന്നിധ്യവും കൊച്ചമ്മയുടെ സാന്നിധ്യത്തിന് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക നന്ദി പറയുന്നു. പ്രത്യേക ചർച്ച എള്ളുംപുറം ഇടവയ്ക്ക് വേണ്ടി രണ്ടുപേർക്കും എല്ലാ ആശംസകളും ഭാവങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു.